ഓണം ക്യൂസ്. ഒന്നാമത്തെ ചോദ്യം, മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? ഉത്തരം ഇന്ദ്രസേനൻ. മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം വലിയ ത്യാഗം. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യത്തെ പേര്? ഉത്തരം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ഏത് സ്ഥലമാണ് അത്തച്ചമയത്തിന് പ്രസിദ്ധമായത്? ഉത്തരം തൃപ്പൂണിത്തുറ. തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുമ്പോൾ വയ്ക്കുന്ന അട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ധാന്യമേത്? ഉത്തരം അരിപ്പൊടി അല്ലെങ്കിൽ പച്ചരി. തിരുവിതാംകൂറിൽ ഓണാഘോഷത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുരാതന രേഖകൾ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം തൃക്കാക്കര ക്ഷേത്രം. ദശ അവതാരങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ? ഉത്തരം 5-ാമത്തെ. ഓണപ്പൂവ് എന്ന് വിശേഷണമുള്ള പൂവേത്? ഉത്തരം കാശിത്തുമ്പ. മഹാബലി ഏത് യാഗം ചെയ്യവെയാണ് വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടത്? ഉത്തരം വിശ്വജിത്ത് എന്ന യാഗം. ഓണം ഔദ്യോഗികമായി കേരളത്തിൻ്റെ സംസ്ഥാന സാംസ്കാരിക ഉത്സവമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം? ഉത്തരം 1961. ചിങ്ങം 1 ഏത് ദിനമായി ആഘോഷിക്കുന്നു? ഉത്തരം കർഷക ദിനം. അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളമിടുന്നത്. ഏത് നാളിലാണത്? ഉത്തരം മൂലം നാളിൽ. തൃക്കാക്കര എന്ന സ്ഥലത്തിൻ്റെ അർത്ഥം? ഉത്തരം വാമനൻ്റെ പാദമുദ്രയുള്ള സ്ഥലം. മഹാബലി ചക്രവർത്തിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ വിഷ്ണുവിൻ്റെ അവതാരം ഏതാണ്? ഉത്തരം വാമനൻ. കേരളത്തെ കൂടാതെ ഔദ്യോഗികമായി ഓണത്തിന് അവധി നൽകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനമേത്? ഉത്തരം മിസോറാം. ഏത് നാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ഉത്തരം ചോതി. മാവേലി നാടുവാണിടും കാലം എന്ന പാട്ടിലെ വരികളിൽ മനുഷ്യരെല്ലാവരും എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഏത് മലയാള മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്? ഉത്തരം ചിങ്ങം. വള്ളംകളിയിൽ പാമ്പ് പോലെ ആകൃതിയിലുള്ള വള്ളത്തെ എന്ത് വിളിക്കുന്നു? ഉത്തരം ചുണ്ടൻ വള്ളം. ഓണം നാളുകളിൽ കളിക്കുന്ന പ്രസിദ്ധമായ ഐതിഹ്യബദ്ധമായ കൈകൊട്ടിക്കളി അഥവാ തിരുവാതിരക്കളി ആരുടെ പ്രീതിക്കായാണ് നടത്തുന്നത്? ഉത്തരം പരമശിവന്റെയും ശ്രീ പാർവതിയുടെയും. ഓണ ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുന്ന ദിവസം ഏതാണ്? ഉത്തരം അത്തം. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ആറന്മുളയിൽ നടക്കുന്ന പ്രസിദ്ധമായ സദ്യ അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഉത്തരം ആറന്മുള വള്ളസദ്യ. മാവേലി ചക്രവർത്തിയുടെ പിതാവ് ആരാണ്? ഉത്തരം വിരോചനൻ. ഓണവുമായി ബന്ധപ്പെട്ട് ഏത് ജില്ലയിലാണ് പുലികളിക്ക് പേരുകേട്ടത്? ഉത്തരം തൃശ്ശൂർ. ചിങ്ങമാസത്തിലെ ഏത് നക്ഷത്രത്തിലാണ് ശ്രീവാമനമൂർത്തി ജയന്തി ആഘോഷിക്കുന്നത്? ഉത്തരം തിരുവോണം നക്ഷത്രം. പൂവിളി പൂവിളി പൊന്നോണമായി എന്ന പ്രശസ്തമായ വരികൾ ഏത് കവിയുടെ കൃതിയിലാണ് ഉള്ളത്? ഉത്തരം ശ്രീകുമാരൻ തമ്പി. ചിത്രം വിഷുക്കണി. തിരുവോണത്തിൻ്റെ തലേ ദിവസം ഏതു നാളാണ്? ഉത്തരം ഉത്രാടം. ഏത് പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് ഓണത്തപ്പനെ പൂജിക്കുന്നത്? ഉത്തരം
തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ഓണനാളുകളിൽ കളിക്കുന്ന നാടൻ കായിക വിനോദങ്ങളിൽ ഒന്ന് ഏതാണ്? ഉത്തരം ഓണത്തല്ല്. ഓണവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം പമ്പാ നദി. അത്തം ദിനത്തിൽ എത്ര തരം പൂക്കളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്? ഉത്തരം ഒരു തരം പൂവ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ഉത്തരം ആലപ്പുഴ ജില്ലയിലെ പുന്നമട കായൽ. തിരുവോണ നാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ്? ഉത്തരം തൃക്കാക്കരയപ്പന്. മലബാർ പ്രദേശങ്ങളിൽ ഓണക്കാലത്ത് കെട്ടിയാടുന്ന കുമാരിമാരുടെ പ്രത്യേക നൃത്തരൂപം ഏതാണ്? ഉത്തരം ഓണക്കളി, കൈകൊട്ടുകളി അഥവാ കുംഭക്കളി. വാമനമൂർത്തിയെ തൃക്കാക്കരയിലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് ആര്? ഉത്തരം പരശുരാമൻ. ഓണസദ്യ വിളമ്പുന്നത് സാധാരണയായി ഏത് ഇലയിലാണ്? ഉത്തരം വാഴ ഇലയിൽ. പമ്പാ നദിയിൽ നടക്കുന്ന ആറന്മുള വള്ളംകളി ചിങ്ങമാസത്തിലെ ഏത് മലയാള നാളിലാണ് സാധാരണയായി നടക്കുന്നത്? ഉത്തരം ഉത്രട്ടാതി. ഓണസദ്യയിൽ ഇലയിൽ ഏത് ഭാഗത്താണ് കറികളും ഉപ്പേരിയും വിളമ്പുന്നത്? ഇലയുടെ തുമ്പിൽ ഇടതുവശത്ത്. ഓണാഘോഷം അവസാനിക്കുന്നത് ഏത് നാളിലാണ്? ഉത്തരം ചിങ്ങമാസത്തിലെ ചതയം നാളിൽ. മഹാബലിയുടെ പത്നിയുടെ പേര്? ഉത്തരം വന്ധ്യാവലി. ഒന്നാം ഓണം എന്ന് വിശേഷണമുള്ളത്? ഉത്തരം ഉത്രാടം. ഓണക്കാലത്ത് പെൺകുട്ടികൾ വട്ടത്തിൽ നിന്ന് കൈകൊട്ടിപ്പാട്ട് പാടി കളിക്കുന്ന പരമ്പരാഗത വിനോദം? ഉത്തരം കൈകൊട്ടിക്കളി അഥവാ തിരുവാതിര കളി. ഓണത്തിൻ്റെ 5-ാമത്തെ ദിനം? ഉത്തരം അനിഴം. മഹാബലിയുടെ മുത്തച്ഛൻ ആരായിരുന്നു? ഉത്തരം പ്രഹ്ലാദൻ. ഓണവുമായി ബന്ധപ്പെട്ട ദൈവമേത്? ഉത്തരം മഹാവിഷ്ണു. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത പ്രധാന മധുര പലഹാരം ഏതാണ്? ഉത്തരം പായസം. 4-ാം ഓണം ഏതു മഹാത്മാവിൻ്റെ ജന്മദിനമാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ആദ്യമായി നെഹ്റു ട്രോഫി വള്ളംകളി നടന്ന വർഷം? ഉത്തരം 1952. ഓണപ്പൂക്കളത്തിന് ഏറ്റവും അനുയോജ്യമായി കരുതുന്ന ചെറിയ വെളുത്ത പൂവ്? ഉത്തരം തുമ്പ. കൊയ്ത്തുത്സവം ഏത്? ഉത്തരം ഓണം. ഓണക്കാലത്ത് തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്നതിനായി മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന രൂപത്തെ എന്ത് വിളിക്കുന്നു? ഉത്തരം ഓണത്തപ്പൻ അഥവാ തൃക്കാക്കരയപ്പൻ. വാമനൻ മഹാബലിയോട് 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ അത് ചതിയാണെന്ന് മുന്നറിയിപ്പ് നൽകിയ അസുരഗുരു? ഉത്തരം ശുക്രാചാര്യർ. തൃശ്ശൂർ ജില്ലയിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രസിദ്ധമായ പരമ്പരാഗത കലാരൂപം ഏതാണ്? ഉത്തരം പുലികളി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിൽ പങ്കെടുക്കുന്ന പരമ്പരാഗത വള്ളങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പള്ളിയോടങ്ങൾ. പൂക്കളം എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? ഉത്തരം പി. കുഞ്ഞിരാമൻ നായർ. മരുമക്കത്തായം നിലനിന്നിരുന്ന തറവാടുകളിൽ 2-ാം ഓണം അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം അമ്മായി ഓണം. വാമനപുരം എന്ന സ്ഥലം ഏതു ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. ഓണവുമായി ബന്ധപ്പെട്ട തുമ്പിതുള്ളൽ എന്ന ചടങ്ങിന് പ്രസിദ്ധമായ ജില്ല?
ഉത്തരം കൊല്ലം. സംഘകാലത്ത് ഇന്ദ്രവിഴ എന്നറിയപ്പെടുന്ന ഉത്സവം. ഉത്തരം ഓണം. മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ്? ഉത്തരം തമിഴ്നാട്. ഓണപ്പാട്ടുകാർ എന്ന കവിത എഴുതിയതാര്? ഉത്തരം വയലോപ്പള്ളി ശ്രീധരമേനോൻ. ദശപുഷ്പങ്ങളിൽ ഉൾപ്പെട്ട ഏക പുൽച്ചെടി ഏത്? ഉത്തരം കറുക. വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ അമ്മ ആരാണ്? ഉത്തരം അതിഥി. ഓണത്തിന് സ്ത്രീകളുടെ പരമ്പരാഗതമായ വസ്ത്രം. ഉത്തരം ഗോൾഡൻ ബോർഡറുള്ള വെളുത്ത സാരി. കേരളത്തിലെ രാജാക്കന്മാർ തൃക്കാക്കരയിലെത്തി മഹാബലിയെ വന്ദിച്ചിരുന്നതിൻ്റെ സ്മരണയ്ക്കായി കൊച്ചി രാജാക്കന്മാർ നടത്തിയ ആഘോഷം. ഉത്തരം അത്തച്ചമയ ഘോഷയാത്ര. ഓണപ്പാട്ടുകൾ എന്നാൽ എന്ത്? ഉത്തരം ഓണത്തിന് ഉപയോഗിക്കുന്ന പാട്ടുകൾ. കൊച്ചി മഹാരാജാവ് എഴുന്നള്ളിയിരുന്ന രാജകീയമായ അത്തച്ചമയം നിർത്തലാക്കിയത് ഏതു വർഷം? ഉത്തരം 1949. ഓണത്തിന് ആണുങ്ങളുടെ പരമ്പരാഗത വസ്ത്രം. ഉത്തരം മുണ്ടും ജുബ്ബയും. താങ്ക്സ് ഫോർ വാച്ചിങ്.